നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മൾക്ക് ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി ചീസ് ആയിക്കോട്ടെ, ബട്ടർ ആയിക്കോട്ടെ, നമ്മൾക്ക് മീറ്റ് ആയിക്കോട്ടെ, ചിലവർക്ക് ബ്ലോട്ടിങ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഏമ്പക്കം വിടാനുള്ള ടെൻഡൻസി കൂടും. മൊത്തത്തിലൊരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരും. അത് പ്രത്യേകിച്ച് ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ. പിന്നെ പിറ്റേ ദിവസം ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മുടെ ക്ലോസറ്റിൽ നമ്മുടെ സ്റ്റൂള് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നൊരവസ്ഥ, അതുപോലെ ഗ്രീസി ആയിട്ട് സ്റ്റൂള് പോകുന്നൊരവസ്ഥ, പെയിൽ കളർ സ്റ്റൂളിന്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈൽ സാൾട്ട് ഡെഫിഷ്യൻസിയാണുള്ളത്. അപ്പോൾ ഈ ബൈലിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റിൻ്റെ അബ്സോർപ്ഷന് വളരെയധികം സഹായിക്കും ഈ ബൈൽ സാൾട്ട് എന്ന് പറയുന്നത്, ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ബൈൽ സാൾട്ട് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഫാറ്റ് അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോഴാണ് നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് ഫാറ്റ് അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കാൻ വേണ്ടി നമ്മൾ ബൈൽ സാൾട്ട് നമ്മൾ കൂട്ടാൻ വേണ്ടി നമ്മൾ നാച്ചുറലി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ വളരെയധികം നല്ലതാണ്. നമുക്ക് ജിഞ്ചർ ടീയോ അഥവാ നമുക്ക് ജിഞ്ചർ തിളപ്പിച്ച വെള്ളമോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നാരങ്ങ, ലെമൺ എന്ന് പറയുന്നത് നമുക്ക് ബൈൽ സാൾട്ട് നമുക്ക് നാച്ചുറലി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ ഡാൻഡ്ലൈൻ എന്ന് പറയുന്ന ലീഫ് അതിവിടെ അവൈലബിൾ അല്ല, പുറത്തൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മിൽക്ക് തേസ്റ്റിലും നമുക്ക് വളരെയധികം സഹായിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.